ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഇന്ന് നമുക്ക് ഈ ഒരു ബുള്ളിയൻ നോട്ട് ഫ്ലവേഴ്സും ലീഫൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അതിന് ആദ്യം തന്നെ ഒരു നോർമൽ സർക്കിൾ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ 2 ലൈന് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നോർമൽ സൂചി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്തുനിന്ന് താഴേന്ന് ഇതുപോലെ കുത്തി വലിച്ചെടുത്തിട്ട് എന്നിട്ട് ആ ഒരു കുത്തി വലിച്ചെടുത്ത് കൊടുത്തുനിന്ന് തന്നെ സൂചി ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു നൂല് സൂചിയിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് സൂചി ഇങ്ങനെ വലിച്ചു പിടിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നൂലിങ്ങനെ ഓരോ കെട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക, ഓരോ കറക്ക് കേട്ടോ. ആ ഒരു കറക്ക് നമ്മൾ എത്ര കറക്കിയിട്ടുണ്ട് ആ ഒരു കണക്ക് നമുക്ക് വേണം കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം കറക്കി ആ ഒരു നമ്പേഴ്സ് തന്നെയാണ് അടുത്തതിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്ക ഒരു നല്ലൊരു സെയിം ഇതിൽ തന്നെ വരും കേട്ടോ. നമ്മൾ പല രീതിയിൽ ഒന്നിലിപ്പോൾ 5 ചുറ്റും പിന്നെ അടുത്തതിലൊരു 8 ചുറ്റും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ എല്ലാം സെയിം ആയിട്ടുള്ളൊരു ചുറ്റാണ് ചുറ്റിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആ സൂചി താഴത്തോട്ട് കുത്തി വലിച്ചെടുക്കുക കേട്ടോ. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് ലൈൻ നമ്മൾ കംപ്ലീറ്റ് ആയതില്ലേ, അതുപോലെ രണ്ടാമത്തെ ലൈനും കൂടി ഇതുപോലെ താഴ്ന്ന് സൂചി കുത്തി വലിച്ചെടുത്തതിന് ശേഷം ആ വലിച്ചെടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ സൂചി എടുത്തിടുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഇതുപോലെയാണ് കേട്ടോ വെക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു ബാക്കി വരുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് സൂചിയിലേക്ക് ഇങ്ങനെ കോർത്തെടുത്തിട്ട് വീണ്ടും സൂചി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. നമ്മൾ ഓരോ ചുറ്റും ഇങ്ങനെ എണ്ണ നമുക്ക് അത്രയും കംഫർട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ ആ സൂചി നൂല് വെല്ലം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് മറ്റു കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ താഴത്തോട്ടാക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് വലിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഈ ഒരു കറക്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സാവധാനം വലിച്ചെടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ താഴത്തോട്ട് കുത്താക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗം അടിക്ക് കുത്തി വലിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ഫൈനൽ ലുക്കാണ് കിട്ടുക. അങ്ങനത്തെ നമ്മൾ റൗണ്ടിലുള്ള 2 ലൈനും ശരിയായി കഴിഞ്ഞു. ഇനി ഇതുപോലെ ആ ഒരു 2 ലൈനിൻ്റെയും ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നടുഭാഗത്തുനിന്ന് താഴ്ന്ന് കുത്തി വലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അടുത്ത ഭാഗത്തേക്ക് ഇതുപോലെ കേട്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരൊറ്റ അതായിട്ട് നമുക്കിങ്ങനെ ചുറ്റി വരണം. ഈ റൗണ്ട് ഇങ്ങനത്തെ പോലെ ഫുള്ളാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ നമ്മൾ എടുത്ത അത്രയും ഞാനൊരു 8-10 ചുറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യത്തിൽ ഞാനത് എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ കറക്റ്റ് പറയാത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടൊന്ന് എണ്ണി നോക്കണം കേട്ടോ. ഇതുപോലെ ആവും കേട്ടോ. എന്നിട്ട് ഈ ഒരു ജസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ നൂലിങ്ങനെ നമ്മൾ മുഖത്തേക്ക് വരുവാണെങ്കിൽ അത് ഈ സൂചി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളിക്കൊടുത്തതിന് ശേഷം നന്നായിട്ട് വലിച്ച് സൂചി താഴത്തോട്ട് കുത്തി ഇറക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയായിട്ട് നിൽക്കും. അങ്ങനത്തെ ഈ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഇതുപോലെ ഇനി അവിടുത്തെ നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ നടുഭാഗത്തു നിന്ന് വീണ്ടും അടുത്ത് കുത്തി വലിച്ചെടുത്തിട്ട് ഇതുപോലെ അടിയിലൂടെ സൂചി കുത്തി വലിച്ചെടുത്തൊക്കെ എത്ര വേണമെന്ന് ആ ഒരു ജസ്റ്റ് നമ്മൾ ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് തന്നെ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഈ റൗണ്ട് സർക്കിൾ ഫുള്ളാവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക.
അങ്ങനത്തെ നമ്മൾ പകുതി സ്റ്റേജിലെത്തിയില്ലേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളെല്ലാം ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഒരു 3-4 റൗണ്ട് ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ നൂലിങ്ങനെ ഇടയിലൂടെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ സൂചി കൊണ്ട് ഇങ്ങനെ ഉള്ളിലാക്കി കൊടുത്തിട്ട് അടുത്ത ആ നൂലിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നതാണ്. പലർക്കും ഇത് അറിയുന്നതാവില്ലേ, അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു പ്രോസസ്സാണ് ഞാൻ ഇതിൽ പറയുന്നത്. പലർക്കും പല രീതിയിലും ഈ ഒരു ഫ്ലവർ ചെയ്യുന്നതുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രോസസ്സും എൻ്റെ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനും നിങ്ങളുടെ പോലെ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് വഴികളാണ് കേട്ടോ ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കൈ വെച്ച് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മൾ ഒരുക്കുകയാണല്ലേ. കാരണം നമ്മൾ ഈ ഒരു ഫ്ലവറിനെ നമ്മൾ ഇത്രയും ഒരുപാട് ടൈം എടുത്തിട്ടാണല്ലേ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓരോ ഡ്രസ്സിൽ ഓരോ വർക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഇത്ര റേറ്റോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വർക്കിന് ഇത്ര റേറ്റോ എന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഈ ഒരു വർക്കിനും ഇത്ര റേറ്റ് ഉള്ളൂ എന്നുള്ള ചിന്തിക്കുന്ന ആ ഒരു ടൈമിലേക്ക് ആൾക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ABCD അറിയുന്നവരായിരിക്കണം കേട്ടോ നമ്മൾ. കാരണം എനിക്ക് വരുന്ന ചില കസ്റ്റമേഴ്സൊക്കെ വർക്ക് നമുക്ക് അവർ അയച്ചു തരുമ്പോൾ തന്നെ ഈ ഒരു റേറ്റിൽ ചെയ്ത് തരാൻ പറ്റുമോ എന്നായിരിക്കും കേട്ടോ ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുക. പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തവരാണ്. പക്ഷെ എന്നാലും വർക്കുള്ള ഡ്രസ്സ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിലും റേറ്റ് വല്ലാതെ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ടീമിലായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും മക്കളുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു പാഷനിലായിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും റിസ്ക്കും കാര്യങ്ങളൊക്കെ ഞാനും ഏറ്റെടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കിതിൻ്റെ ഒരു പാഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അതങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്തു തരുന്നത്. ഏത് വർക്കിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെയാണല്ലേ ചെയ്യുന്നത്. കാരണം ത്രെഡ് വർക്ക് ആയാലും കട്ട് ബീഡ്സ് വർക്ക് ആണെങ്കിലും അതൊക്കെ നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഉണ്ടല്ലേ. എന്നാലും നമുക്ക് നമ്മുടെ ചെയ്ത വർക്ക് മറ്റുള്ള ആൾ ഇട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അവർ പറയുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ഫീൽ തന്നെയാണല്ലേ. എന്തൊക്കെ പറഞ്ഞാലും കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അവർക്ക് എത്രത്തോളം നമ്മൾ ഹാപ്പിയാക്കാൻ പറ്റുന്നോ അതാണ് നമ്മൾ ചിന്തിക്കുക. അത് നമുക്ക് നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായാലും അവർ ഓക്കെ ആണെന്ന് പറയുമ്പോഴാണല്ലേ നമുക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കട്ടോ. അതായത് നമ്മൾ രണ്ടാമത്തെ ഫ്ലവറിലേക്ക് എത്തിയിട്ടോ. ഒന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ രണ്ടാമത്തും കൂടി ഒന്ന് കണ്ടു നോക്കൂട്ടോ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു കസിന് വഴി ചെയ്യുന്നൊരു വർക്കാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഹെവി ആൻഡ് വർക്കാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ന് തീരുന്നൊരു ഐഡിയ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫ്ലവർ ഞാൻ നിങ്ങൾക്കായിട്ട് സിമ്പിളായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. എന്തായാലും ഇത് കംപ്ലീറ്റ് ആയാൽ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലവർ ചെയ്താൽ പിന്നെ അതിൻ്റെ ലീഫ് ഇല്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ലല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലീഫ് കൂടെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. പല ടൈപ്പിൽ ലീഫുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ലീഫ് തന്നെയാണ്. അത് സിമ്പിളായിട്ടുള്ള ലീഫൊന്നും കൂടെയാണ് കേട്ടോ. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആവും കേട്ടോ. കാരണം നമ്മൾ 2 ഫ്ലവേഴ്സും അതിൻ്റെ ലീഫ് കൂടെ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ.
ഇത്തരം വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോട്ടിക്കിലും കാര്യങ്ങളൊക്കെയാണല്ലേ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മൾ ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഇതൊക്കെ എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല സിമ്പിളായിട്ടുള്ള ഒരു വർക്കുകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കൊരു വർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതും എത്രയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഒരു ലീഫ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ലുക്കാണ് കേട്ടോ വരിക. സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഒരു രണ്ട് സൈഡിലുമായിട്ടാണ് ലീഫ് കൊടുക്കുന്നത്. അത് നമുക്ക് ഏത് സൈഡിലും ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ തന്ന ഓരോ സപ്പോർട്ടും വളരെ വലിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ പഠിച്ച് ഇതുപോലെ ഏർണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഠിച്ച ഓരോ വഴികളും ഓരോ സിമ്പിൾ ട്രിക്കുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.